ഗുഡ് മോർണിംഗ്. ഇന്ന് ഡേ 5 ആട്ടോ. ഞങ്ങള് കസ്ബേഗി എത്തി. അവിടെ നമ്മുടെ സ്റ്റേയിലാണ്. ഇവിടെയാണ് നമ്മൾ ഇനി 2 ദിവസത്തേക്ക് താമസിക്കുന്നത്. 3 BHK ഒരു വീടായിരുന്നു. പിന്നെ നമുക്ക് മുറ്റത്തിരുന്ന് കാണാനായിട്ടൊക്കെയുള്ള സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് ചുറ്റും മൗണ്ടൻ ആയിരുന്നു. അതുകൊണ്ട് ആ കാണുന്ന മലയിലും ഇവിടെയും മഞ്ഞുണ്ടായിരുന്നു. നമ്മൾ ഒക്ടോബർ മാസത്തിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മഞ്ഞൊക്കെ ആയിട്ട് വരുന്നേ ഉള്ളായിരുന്നു. പക്ഷെ നല്ലൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടോട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങളുടെ ദേ വരുന്നേ ചിക്കുട്ടാ. ഹായ് ഹായ്. ഇവിടെ ആണെങ്കിൽ ഇതേപോലത്തെ വലിയ പട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇവരാണെങ്കിൽ ഇടയ്ക്കെല്ലാം പോയി പട്ടികളെ കളിപ്പിക്കും. പക്ഷേ എനിക്ക് അത് പറ്റൂല. അമ്മേ അയ്യോ ഇച്ചേ പിടിച്ചോ. ഇച്ചേ പേടിയോ. ഇവിടുത്തെ എല്ലാ പട്ടികളും ഭയങ്കര വലിയ പട്ടികളാട്ടോ. നമ്മുടെ സ്റ്റേയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടോട്ടാട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തത് വന്നു. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറും ലഞ്ച് ആണെങ്കിലും എല്ലാത്തിനും സെയിം മെനു തന്നെയാണ്. നേരത്തെ എല്ലായിടത്തും ആഗ്രഹിച്ച് നടന്ന പോലെ കച്ചപ്പൂരിക്കകത്ത് ബീഫും പോർക്കും ഒക്കെ ഇട്ട് ഫില്ലിംഗ് ആയിട്ട് തന്നു. ഇത്ര നാള് നമ്മള് കച്ചാപ്പൂരി വിത്ത് ചീസ്. ആര് പറഞ്ഞാലെന്താ, ഇപ്പൊ എല്ലാരും വീഡിയോ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലോട്ട് വന്ന് അടുത്ത സ്ഥലത്തോട്ട് പോവാനായിട്ട് റെഡി ആവട്ടോ. അമ്മേ ഇവിടെ വാ. എന്തിനാ ഇനി ഇങ്ങനെ കളിപ്പിക്കുന്നത്? അതുകൊണ്ടല്ലേ ഇത് കൂടെ വരുന്നേ. ഞങ്ങള് റെഡി ആയിട്ട് ഒരു ഗർഗട്ടി മോൺസ്ട്രിയിലോട്ട് പോവാണ്. ട്രിനിറ്റി മോൺസ്ട്രി എന്ന് പറയും. അതെ, മലയുടെ അങ്ങ് മണ്ടയ്ക്ക് കൊണ്ടുപോയിട്ട് ഒരു മോണസ്ട്രി വെച്ചേക്കുന്നതാണ് ട്രിനിറ്റി മോണസ്ട്രി എന്ന് പറയുന്നത്. അവിടെ പോകുന്നേ. ഇപ്പൊ ഇവിടുത്തെ തണുപ്പ് കുറച്ച് കുറഞ്ഞു കേട്ടോ. രാവിലത്തേനെക്കാട്ടിലും ഒക്കെ വെയിലായി തുടങ്ങി നന്നായിട്ട്. വെയിലിന് ചെറിയൊരു ചൂടൊക്കെ ഉണ്ട്. അപ്പം രാവിലെ നല്ല തണുപ്പായിരുന്നു. എല്ലാവരും ജാക്കറ്റും ഗ്ലൗസും ഒക്കെ ഇട്ടിട്ട് പോലും നല്ല തണുപ്പായിരുന്നു. ഇപ്പം സമയം ഏകദേശം ഉച്ചയായി. അപ്പം ചെറുതായിട്ട് തണുപ്പുണ്ട്, പക്ഷെ ചെറിയ ചൂടും വെയിലും ഒക്കെ ഉണ്ട്. അപ്പം ഈ സമയത്തേക്ക് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു അങ്ങോട്ട്. നമ്മൾ പോകാൻ പോകുന്ന ട്രിനിറ്റി മോണസ്ട്രി എന്ന് പറയുന്നത് ഒരു വലിയ മൗണ്ടൻ്റെ മണ്ടയ്ക്കാണ്. അങ്ങോട്ടാണ് നമ്മുടെ വലിയ വണ്ടിയൊന്നും കയറ്റി വിടത്തുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് 4 വീൽ ഡ്രൈവ് ആയിട്ടുള്ള വണ്ടി കൊണ്ട് മാത്രമേ നമുക്ക് മേളിൽ പോകാൻ പറ്റത്തുള്ളൂ. ബേഗിലെ മെയിൻ അട്രാക്ഷൻ ആട്ടോ ഈ മോണസ്ട്രി. വണ്ടി പാർക്ക് ചെയ്തെടുത്തു എന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ മൗണ്ടന് മേളിലെത്തി കേട്ടോ. ആ വരുന്ന വഴിയെന്ന് പറയുന്നതായിട്ട് നല്ല ഭംഗിയാണ് ആ സ്ഥലങ്ങൾ മൊത്തം കാണാനായിട്ട്. നമ്മൾ മഞ്ഞുള്ള മലയുടെയൊക്കെ അടുത്തെത്തും കേട്ടോ. ഇതിൻ്റെ മേളിലെത്തുമ്പോഴാണ് നമുക്ക് മൗണ്ട് കസ്ബേഗി എന്ന് പറയുന്നത് ശരിക്കും കാണാൻ പറ്റുന്നത്. നമ്മൾ വന്ന ടൈമിൽ മോണസ്ട്രിയിൽ എന്തൊക്കെയോ റിനോവേഷൻ വർക്കൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കസ്ബേഗിയിലെത്തിയാലുള്ള മെയിൻ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആട്ടോ ഈ ട്രിനിറ്റി ചർച്ച്. ഇതിലൊന്നും ഇല്ലേ? ഓക്കെ, ഇവിടെ എന്തൊക്കെയോ റിനോവേഷന്റെ റിനോവേഷൻ വർക്ക് നടക്കുക. അതുകൊണ്ടാണ് ഈ ഫുൾ പലകയും കട്ടയൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട്. തലയിടിക്കല്ലേ? ആണോ? കാണുമ്പോ നമുക്ക് കസ്ബേഗി, അയ്യോ ഇപ്പൊ വീണനെ, കസ്ബേഗി മൗണ്ടൻ കാണാം. ഒത്തിരി അങ്ങ് അറ്റത്തോട്ട് പോകണ്ട. ഇതാണ് മോണസ്ട്രി. അവിടെ സ്നോ ഇങ്ങനെ കാണാം. എങ്ങനെയുണ്ട് യേസു? സൂപ്പർ. എന്നാ ഓടിപ്പോയി. 1/2 മണിക്കൂറാണ് നമ്മുടെ അടുത്ത്
വണ്ടിയിൽ കൊണ്ടുവന്ന ചേട്ടൻ ഓ അരമണിക്കൂറാണ് നമ്മുടെ വണ്ടിയിൽ കൊണ്ടുവന്ന ചേട്ടൻ പറഞ്ഞേക്കുന്നത് ഇവിടെ കയറാനായിട്ടുള്ളത്. അത് കഴിഞ്ഞ് പുള്ളി തിരിച്ചു പോയാൽ നമുക്ക് പിന്നെ പോകാൻ വഴിയില്ല. കോയിൻ ഇടേണ്ടി വരുമായിരിക്കാം. ഒരു വ്യൂ കാണാനുള്ള ആ ഒരു ടെലിസ്കോപ്പ് അവിടെ ഉണ്ട്. അതുകൊണ്ട് കണ്ടോ ടെലസ്കോപ്പ് എന്തോരം വൈൽഡായിട്ടുള്ള ഹോഴ്സ് നോക്കിയൂടെ. ഞാൻ ആദ്യം വിചാരിച്ചു ചിലപ്പോ ഇവിടെ ഹോഴ്സ് റൈഡിങ് വല്ലതും കാണുമായിരിക്കും. എല്ലാം വൈൽഡാ. ഇതൊന്നും ഇവരാരും വളർത്തുന്നതല്ല, എല്ലാം വൈൽഡാണെന്നോ. 37 സെക്കൻഡ് അവരെന്തി കുതിരയുടെ തൊഴിയൊന്നും കൊള്ളല്ലേ. വേറൊന്നും തിന്നായില്ലായിരിക്കും. ഹായ് ഷിക്കുട്ട, ഹായ് പറഞ്ഞു. നമ്മുടെ വണ്ടിക്കാരനവിടെ തൂത്ത് മിനുക്കുന്നുണ്ട്. ഷിക്കുട്ട ഹായ് പറഞ്ഞേ. അങ്ങനെ ട്രിനിറ്റി മൊണസ്ട്രി മൗണ്ട് കസ്പേഗിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ ഇനി ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്നു. അത് പോകുന്നത് തന്നെ കസ്പേഗിയിലെ തന്നെ ഒരു ലക്ഷറി റെസ്റ്റോറൻറ്റിലായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ തന്നെ അവിടെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടാണ് ഇനി പോകുന്നത്. നമ്മൾ റൂംസ് ഹോട്ടലിലെത്തിയിരിക്കുകയാണ്. ഇതാണ് സ്ഥലം. നമ്മുടെ ജാബയും നമ്മുടെ വണ്ടിയും പുറത്തുനിന്നുള്ള വണ്ടി, ഇവിടുത്തെ താമസിക്കുന്നവർക്കുള്ള വണ്ടി മാത്രമേ അനൗ ചെയ്യത്തുള്ളൂ അകത്തോട്ട്. അതുകൊണ്ട് നമ്മളെ ഫ്രണ്ടിൽ ഇറക്കി വിട്ടു. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നടന്ന് പോവുകയാണ്. ഇത് സെലക്ട് ചെയ്യാനുള്ള കാരണം അതിൻ്റെ വ്യൂ നോക്കൂ, കാണാം. അടിപൊളി വ്യൂ ആയതിൻ്റെ. നമ്മുടെ അടിപൊളി വ്യൂ പോലെ തന്നെ ഫുഡും അടിപൊളിയായാൽ മതിയായിരുന്നു. അതിന് ഞാൻ ഒരു ഗ്യാരണ്ടി വ്യൂ അടിപൊളിയാ, അതിന് മാത്രം ഗ്യാരണ്ടി ഉള്ളൂ. ഹോട്ടൽ വിത്ത് വ്യൂ, അതാണ് ഇന്നത്തെ ലഞ്ച്. അതെ, അതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടുണ്ട്. ബർഗർ കാണാനൊക്കെ നൈസായിട്ട്, ഫ്രൈസും കൊള്ളാം, സോസും കൊള്ളാം. അതെ അതെ അതെ, ടേസ്റ്റ് കടിച്ചു നോക്കിയല്ലേ അറിയത്തുള്ളൂ. ഞാൻ ചിക്കൻ ബർഗർ, ഇതൊരു റൂംസ് സ്പെഷ്യൽ ബർഗർ. ഞങ്ങൾ റൂംസിൻ്റെ ഒരു, അതായത് ബീഫും ഉണ്ടെന്ന് തോന്നുന്നു. അതെ, പോർക്കും ബീഫും കൂടെ ഉള്ള ടൈപ്പിലാണ്. ഞാനും ഹേസപ്പനും അത് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. തണുപ്പായിരുന്നു. പുറത്തെ തണുപ്പ് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ ജാക്കറ്റും ഒക്കെ ഇട്ട് അടുത്തോട്ട് വന്നു. അകത്ത് നല്ല ഹീറ്റഡാണ്. അതുകൊണ്ട് ഇവിടെ വന്നിരുന്നു. ഒരു കാപ്പിയൊക്കെ ഓർഡർ കൊടുത്തു. എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു. വ്യൂ കാണിക്കുക. ഈ അകത്തുനിന്നുള്ളത് സൂപ്പറായിട്ട്. അകത്ത് ഹീറ്റഡ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്ന വ്യൂ കാണിക്കുക. ഈവനിങ് ആണ് കണ്ട ആ ഒരു വ്യൂ ആണ് നമ്മൾ കണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുമായിരുന്നു. ഈവനിങ് ആയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം അവിടെ ഒരു റിവർ ഉള്ളിടത്തും കൂടെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പം നാളത്തേക്ക് മാറ്റി വെച്ചു, കാരണം ലേറ്റായി. സ്റ്റേയിൽ എത്തിക്കഴിഞ്ഞാൽ ഫ്രഷ് ആയതിനു ശേഷമുള്ള അടുത്ത പരിപാടി എന്ന് പറയുന്നത് എല്ലാവരും കൂടെ യൂനോ കളിക്കുക കേട്ടോ. എപ്പോഴാണോ ഉറക്കം വരുന്നത് അത്ര നേരം യൂനോയും പിന്നെ കുറച്ച് DJ. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന അലക്സ.
കഴിഞ്ഞേ.